ജിസ്മോൻ പറഞ്ഞെടുത്ത് അല്പം വിശദാംശം നൽകിയാൽ ഉപകാരം. നമുക്ക് ആ ചർച്ച അതിൻ്റെ മറുപടി കൂടി തേടാം. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽദാന പദ്ധതിയിൽ കേന്ദ്രം കൃത്യമായി ഫണ്ട് തരാതെ അത് മുടങ്ങിപ്പോയ പദ്ധതികൾ, ഇവിടെ സംസ്ഥാനത്തെ യുവാക്കൾ സമരത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞു. ഏത് മേഖലയാണ്, ഏത് സംരംഭത്തെക്കുറിച്ചാണ് അങ്ങ് പറഞ്ഞു വന്നത് ജിസ്മോൻ? ശ്യാംരാജിലേക്ക് പോകാം. ശ്യാംരാജ്, അദ്ദേഹത്തിന് കണക്ഷൻ കിട്ടുന്നതിൽ ചില പ്രശ്നങ്ങൾ വരുന്നു, അതുകൊണ്ടാണ്. ശ്യാംരാജ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംസ്ഥാനത്ത്, കാരണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ സംസ്ഥാനം കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അത്തരം പദ്ധതികൾ ഒക്കെ നടപ്പാക്കുന്നതിൽ സംസ്ഥാനം വളരെ മെച്ചപ്പെട്ട നിലയിലാണ്. ഇവിടെ പ്രധാനമന്ത്രി തൊഴിൽദാന പദ്ധതി പോലും മുടങ്ങിക്കിടക്കുന്നു എന്നൊക്കെ പറയുന്നു. ഏത് പദ്ധതിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ശ്യാംരാജ്, വിശദീകരിക്കാമോ? അല്ല, ഇത് തന്നെയാണ് ഇവരുടെ പ്രശ്നം. ഇവര് ഡിവൈഎഫ്ഐക്കാരനാണെങ്കിലും ഇവിടെ AISF-കാരനാണെങ്കിലും CPI-കാരനാണെങ്കിലും CPM-കാരനാണെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു നുണ 100 തവണ പറഞ്ഞ് സത്യമാണെന്ന് ജനങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കാലഘട്ടം മാറി. ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടങ്ങളാണ്. ഓരോരുത്തർക്ക് അവരവരുടെ ഫോണിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള നുണക്കഥകളൊന്നും ഇനിയും നാട്ടിലെ ചെറുപ്പക്കാർ വിശ്വസിക്കും എന്നെനിക്ക് കരുതുന്നില്ല. പക്ഷെ ഇവര് പറഞ്ഞിട്ടുള്ള 1-2 കാര്യങ്ങളും കൂടെ എനിക്ക് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, റെയിൽവേ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ഏത് ലോകത്താണ് ഇവർ ജീവിക്കുന്നത്? വെറുതെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റെയിൽവേ ഏതെങ്കിലുമൊക്കെ ട്രെയിനിൽ കയറി പോയാൽ കണ്ടുകൂടെ? 2500 കോടിയിൽ പരം വരുന്ന വലിയ രീതിയിലുള്ള വികസനങ്ങളാണ് കേരളത്തിലെ മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളിൽ നടത്തുന്നത്. അത് ചെറിയ ചെറിയ റെയിൽവേ സ്റ്റേഷനുകൾ അടക്കം. ഇപ്പൊ വലിയ സ്റ്റേഷനായിട്ടുള്ള തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, കോഴിക്കോടൊക്കെ എടുത്തു നോക്കി, എത്ര വലിയ വികസനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? എറണാകുളം സൗത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ നടത്തുന്ന വികസനങ്ങൾ. അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു? ജനങ്ങൾ കാണുകയാണ്. രാവിലെയും വൈകിട്ടുമൊക്കെ ജോലിക്ക് വരുന്നതും ജോലിക്ക് പോകുന്നതുമായിട്ടുള്ള ട്രെയിനിൽ പോകുന്ന ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവരുടെ കൺമുന്നിൽ വലിയ വലിയ കെട്ടിടങ്ങൾ പണിത് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഇവരിങ്ങനെ നുണ പറയുന്നത്? പിന്നെ എയിംസിനെ കുറിച്ചിട്ട് പറഞ്ഞു. എയിംസ് കഴിഞ്ഞ ഇന്ന് ഏഴാമത്തെ ബഡ്ജറ്റാണ് ശ്രീമതി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ അടക്കമുള്ള 7 ബഡ്ജറ്റിലും ഏത് ബഡ്ജറ്റിലാണ് എയിംസിനെ കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്? അത് ഇനി അതോടൊപ്പം തന്നെ അത് ഏതെങ്കിലും ഒരു മന്ത്രി ചോദിച്ചു മേടിക്കേണ്ടതാണോ? ഒരു സംസ്ഥാനത്തിലേക്ക് ഒരു എയിംസ് അല്ലെങ്കിൽ ഒരു IIT ഒക്കെ അതുപോലെയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണം. അവർ സ്ഥലം കണ്ടെത്തണം. അപ്പൊ അതോടൊപ്പം തന്നെ ഈ മന്ത്രിമാർക്കൊക്കെ ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിയുക. ശ്രീ സുരേഷ് ഗോപി മന്ത്രിയാകുന്നതിന് മുമ്പേ എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു. മന്ത്രി ആയിക്കഴിഞ്ഞിട്ട് മന്ത്രിയെ ശുപാർശ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ സമയം ഇതല്ലാന്ന്, അത് പ്രഖ്യാപിക്കേണ്ട സമയം ഇതല്ലാന്ന്. ഇനി ഒരു എയിംസ് വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കേരളത്തിലെ കൺവെൻഷൻ കോൺഗ്രസ്സുകാർ എന്താ പറഞ്ഞില്ലേ, 14 എയിംസ് വേണമെന്ന് പറഞ്ഞു, ഓരോ ജില്ലയിലും ഓരോന്ന് വെച്ചിട്ട്. അപ്പൊ ഇവർക്ക് തന്നെ ഇതിനകത്തൊരു ഐക്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും കേരളത്തിലുള്ള എയിംസ് വരിക തന്നെ ചെയ്യും. കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു സംസ്ഥാനത്തിനോടും ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു വിവേചനം കാണിക്കുന്ന സർക്കാരല്ല. ഇന്ന് തന്നെ ബംഗാളിൽ അതിന്റെ ഉത്തമ ഉദാഹരണം നമ്മൾ കണ്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും എയിംസ് വരിക തന്നെ ചെയ്യും. പക്ഷെ അത് ഈ ബഡ്ജറ്റിലല്ല പ്രഖ്യാപിക്കേണ്ടത്. ഇത്തരത്തിൽ യുവജന നയം രൂപീകരിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയം മറന്ന് തന്നെ അതിൻ്റെ ശരിതെറ്റുകളിലേക്ക് പോകണം. അന്ധമായ രാഷ്ട്രീയ വിരോധം വെച്ച് ഇത്തരം പ്രശ്നങ്ങളെ സമീപിക്കാനും പാടില്ല. യുവജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അവരെ ഇണക്കി നിർത്തുന്ന ബജറ്റിലെ നിർദ്ദേശങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്തത്.